ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വീണ്ടും കോളേജിലെത്തിയിട്ടുണ്ട്. വീണ്ടും ഹോസ്റ്റൽ ലൈഫിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് കോളേജൊക്കെ കഴിഞ്ഞു, നമ്മൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അങ്ങനെ ന്യൂ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിച്ചിട്ടാണ് ഈ വെക്കേഷൻ കഴിഞ്ഞുള്ള എൻട്രി. എങ്ങനെയുണ്ടെന്ന് എല്ലാവരും കമൻറ്റ് ബിലോ. അതിനുശേഷം നമ്മൾ ഫ്രണ്ട്സിനെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആദിത്യ എല്ലാവരോടും ഹായ് ഒക്കെ പറയാൻ പറഞ്ഞു. പിന്നെ തെരേസയോട് പറഞ്ഞു. അവർക്ക് കുറച്ച് ഡിമാൻഡായിരുന്നു, ബട്ട് സ്റ്റിൽ നമ്മൾ പറയിപ്പിച്ചു. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. ഹായ്. കൊച്ചു ന്യൂ ഹെയർ സ്റ്റൈലാണ്, കുറച്ച് ഷൈ ആണ്, ബട്ട് സ്റ്റിൽ ഓക്കെ. പറയാതിരിക്കാൻ വയ്യ, ഇവിടുത്തെ ക്ലൗഡ്സ് ഒരു രക്ഷയുമില്ല. അടിപൊളി സാധനമാണ്. നല്ലൊരു മഴക്കാറും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഭയങ്കര അടിപൊളി ഫീൽ വരുന്ന ഒരു ക്ലൗഡ്സ് ആയിരുന്നു. ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ക്ലൗഡ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, ഞങ്ങൾക്ക് റീൽസ് എടുക്കാണ്ട് വിടാൻ തോന്നിയില്ല. സോ ഞങ്ങൾ തട്ടിക്കൂട്ടി അപ്പോൾ ഒപ്പിച്ചൊരു ഡാൻസാണ്, അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല. ശേഷം ഞങ്ങൾ ഹോസ്റ്റലിൽ കയറി. അപ്പോഴും ഞങ്ങൾ ഈ ക്ലൗഡ്സിനെ പറ്റി തന്നെയാണ് പറയുന്നത്. അടിപൊളി ക്ലൗഡ്സ് ആണ്. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്, നല്ല മഴക്കാറുണ്ട്. ഇപ്പം നല്ല ചൂട് കാലമായതുകൊണ്ട് തന്നെ കുറേ ആയിട്ട് മഴയൊന്നും ഇല്ല. അപ്പോൾ ഇന്ന് മഴ പെയ്യും എന്നുള്ള എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും. ഞങ്ങൾക്ക് ഇനിയും ബാക്കി ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ അഗ്രിക്കാർ മാത്രമാണ്, ഞങ്ങൾക്ക് നേരത്തെ വിട്ടുകൊണ്ടാണ്. പുതിയ ഷോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അങ്ങനെ റൂമിലെത്തി ഡ്രസ്സൊക്കെ മാറി കുറച്ച് റെസ്റ്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ചായ കുടിക്കാനാണ് പോകുന്നത്. ചായ കുടിക്കാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിമാരുടെ കൂടെ മലയാളീസ് എല്ലാവരും കൂടിയിട്ട് ഞങ്ങളൊരു ചെറിയൊരു ടൈം അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ഷട്ടിലാണ് കളിക്കാറെങ്കിൽ ഇപ്രാവശ്യം വെറൈറ്റിക്ക് ദം സ്ട്രാറ്റ്സിലാണ് ഞങ്ങൾ എത്തിച്ചേർന്നത്. അടിപൊളിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തു, നല്ല കാറ്റുമായി, നല്ലൊരു വൈബായി. കുറേ കാലത്തിന് ശേഷം മഴ ചെയ്തുകൊണ്ട് തന്നെ പുത്തമ്പണ്ണിൻ്റെ മണം എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മണം ഉണ്ടായിരുന്നു. ഇത് ഗേൾസിൻ്റെ ഔട്ട്ഡോർ ജിമ്മാണ്. അങ്ങനെ മഴയായി, കാറ്റായി, കറണ്ട് പോയെങ്കിലും ഞങ്ങൾ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങൾ ഫോണിൻ്റെ ടോർച്ച് വെച്ചിട്ട് ബാക്കി കളി കണ്ടിന്യൂ ചെയ്തു. അതിനിടയ്ക്ക് ഇടിയും മിന്നലൊക്കെ ഉണ്ടായിരുന്നു. അത്രയ്ക്കുള്ള ഇന്നത്തേക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.